ഹലോ എവരിവൺ, വെൽക്കം ടു ജർമ്മൻ വിത്ത് ജാക്ക്. അപ്പം നമ്മുടെ കൂടെ എന്നുള്ളത് നമ്മുടെ ജർമ്മൻ അക്കാഡമിക് ഹെഡ് ആയിട്ടുള്ള ജാക്ക് ഫ്രാങ്ക് ജെയിംസ് ആണ്. ഹലോ ജാക്ക് സർ. ഹായ്. എനിക്ക് ചോദിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ ഗ്ലോബലി ജർമ്മൻ ഒരു ടഫ് ലാംഗ്വേജ് ആണ്. അപ്പം മലയാളികൾ ജർമ്മൻ പഠിക്കാൻ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? അതോ മലയാളികൾക്ക് പൊതുവേ പുതിയൊരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ആ ഒരു കോൺഫിഡൻസോടാണോ അതോ ജർമ്മൻ ശരിക്കും ഭയങ്കര ടഫ് ലാംഗ്വേജ് ആണോ? ഓക്കെ, നല്ലൊരു ചോദ്യമാണ്. പലപ്പോഴും എല്ലാവരും ചോദിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ചോദ്യം, അറിയാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ജർമ്മൻ ഒരു ഗ്ലോബലി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ള ഭാഷകൾ വേറെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ജർമ്മൻ ഭാഷ കുറച്ച് ടഫാണ് എന്നതുപോലെ തന്നെ പുതിയൊരു ഭാഷയിലേക്ക് വരുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു ഭയമുണ്ട് ഈ ഒരു ഭാഷയിൽ. കേരളത്തിൽ കൂടുതലായിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിൽ ആയിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർ മലയാളി ആയിരിക്കണം. മലയാളിക്ക് എപ്പോഴും ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് പുതിയൊരു ഭാഷ ജർമ്മൻ ഭാഷയിലേക്ക് വരുമ്പോൾ അവരുള്ള ബുദ്ധിമുട്ട്. ഒന്നാമത്തെന്ന് പറയുന്നത് മലയാളം ഭാഷയിൽ നമുക്ക് ഓരോ വേർഡിനും ജെൻഡർ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ല. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ജർമ്മൻ ഭാഷയിൽ നമുക്കൊരു ടേബിൾ എന്ന് പറയുന്ന ഒരു വേർഡ് വരികയാണെങ്കിൽ ഈ ഒരു വേർഡിന് നമുക്ക് ഒരു ജെൻഡർ ഉണ്ടാവും. അപ്പോൾ ദയ ടിഷ് എന്നായിരിക്കും അതിനെ പറയുക. ഒരു മസ്കുലിൻ ജെൻഡർ ഉള്ള ഒരു വേർഡായിട്ട് തന്നെ കൺസിഡർ ചെയ്യും. പക്ഷേ മലയാളത്തിൽ മേശ എന്ന് പറയണം. അതിന് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ജെൻഡർ സംവിധാനം വരുമ്പോൾ ശരിക്കും മലയാളികൾക്ക് അതിലേക്ക് വരാനുള്ളൊരു സമയം കുറച്ച് എടുക്കും. അതൊരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഒന്നാമത്തെ ഫാക്ടറാണ്. രണ്ടാമത്തേന്ന് പറയുന്നത് സെൻറ്റൻസ് സ്ട്രക്ചറാണ്. എന്ന് പറഞ്ഞാൽ മലയാളികളെ സംബന്ധിച്ച് നമ്മൾ സിമ്പിളായിട്ട് സംസാരിച്ച് പോകുന്ന ആളുകൾ, പക്ഷേ ഇവർക്ക് കറക്റ്റായിട്ട് സ്ട്രിക്റ്റ് ഓർഡർ സെൻറ്റൻസ് സ്ട്രക്ചറിലുണ്ട് എന്നുള്ളത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരാവുന്ന ഒരു കാര്യമാണ്. പിന്നെ മൂന്നാമത്തേന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോഴും കാണാം, ജർമ്മൻ ഭാഷയിൽ ഈ എന്ന് എഴുതിയിട്ട് മുകളിൽ 2 ഡോട്ട് എഴുതിയിട്ടുള്ളൊരു അക്ഷരം കാണാം, യു എന്ന് എഴുതിയിട്ട് മുകളിൽ 2 ഡോട്ട് ഇട്ടുള്ള അക്ഷരം കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഉച്ചാരണങ്ങൾ, ആ ലൗട്ട് യു ലൗട്ട് എന്നൊക്കെ പറഞ്ഞാൽ ലൗട്ട് എന്നൊക്കെ പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള ഉച്ചാരണങ്ങൾ കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. കാരണം നമുക്ക് ഇതിന് ഇക്വാലൻ്റ് ആയിട്ടുള്ള ഉച്ചാരണം മലയാളം ഭാഷയിലില്ല. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവെ തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വരുന്ന ഒരു സ്ട്രഗിൾസ് ആയിട്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യം. ഗ്രാമറാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ലേ? അതായത് ഏർലി സ്റ്റേജിൽ ശരിക്കും ഗ്രാമർ നന്നായി പഠിക്കേണ്ടത് ഒരു വലിയൊരു പ്രധാനപ്പെട്ട കാര്യം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു മനുഷ്യ ശരീരത്തെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യ ശരീരത്തിലൊരു സ്കെൽട്ടൺ ഉണ്ട്, പിന്നെ ഫ്ലഷ് എന്ന് പറയുന്ന ഒരു വേറെ പാർട്ട്, 2 പാർട്ടാക്കി എടുക്കുകയാണ്. ഈ സ്കെൽട്ടൺ ഇല്ലാത്ത ഒരു മനുഷ്യ ശരീരം നിങ്ങൾ സങ്കല്പിച്ച് നോക്കി എങ്ങനെയായിരിക്കും? ഭയങ്കര പോറായിരിക്കും കാണാൻ, അല്ലേ? അപ്പം ഇതേപോലെ തന്നെയാണ് ജർമ്മൻ ഭാഷയിലെ A1 A2 ലെവലിലെ ഗ്രാമറുകൾ കുറച്ച് നന്നായി പഠിച്ചാൽ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറയുന്ന ഭാഷയ്ക്ക് കുറച്ചും കൂടി ജീവൻ കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുക. അപ്പോൾ ഈ ഒരു സ്കെൽട്ടൺ ഇല്ലാത്തിടത്തോളം നമുക്ക് വെറുതെ കുറേ വൊക്കാബ്സ് ചേർത്തത് കൊണ്ടൊന്നും ആവില്ല. ഓക്കെ, ചില ഭാഷകൾ നമുക്ക് വൊക്കാബ്സ് മാത്രം അറിഞ്ഞാൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും സംഭവം. അങ്ങനെ ഒരു മാനേജ്മെൻറ്റിൽ പോയാൽ ഒരു A1 A2 കഴിഞ്ഞ് B1 B2 ലെവലിലേക്ക് എത്തുമ്പോൾ കുറച്ചും കൂടി ഇത് ഡിഫിക്കൽട്ട് ആവും. അപ്പോൾ A1 A2 ലെവലിൽ തന്നെ ഗ്രാമർ കുറച്ചുകൂടി നന്നായി ഫോക്കസ് ചെയ്യണം, വൊക്കാബ്സും വേണം. എന്നതുപോലെ ഗ്രാമർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ പൊതുവെ കേട്ടിട്ടുണ്ട് A1 A2 മതി ജർമ്മനിയിൽ പോകാനെന്ന്. അതുപോലെ തന്നെ A1 A2 കഴിയുമ്പോൾ തന്നെ കുറേ പേര് നിർത്തി പോകുന്നതായിട്ടുള്ള പ്രവണത കണ്ടിട്ടുണ്ട്. അത് എത്രത്തോണ്ട് ശരിയാണ്? ഇത് 2 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം A1 A2 മതി എന്നുള്ളതാണ്. അതായത് നമ്മൾ ഓരോ ആളുകളുടെയും റിക്വയർമെൻറ്റ് അനുസരിച്ചാണ് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു മാസ്റ്റേഴ്സ് ചെയ്യാൻ പോകുന്നൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ എന്നെ സംബന്ധിച്ച് ചിലപ്പം A1 A2 ചോദിക്കുന്നുണ്ടാവാം. അതും ചിലടത്ത് ഇംഗ്ലീഷ് മീഡിയം ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ബട്ട് ഡിപ്പെൻസ് ഓരോ ആൾക്കാർ. ഇപ്പോൾ സ്പൗസ് വിസയ്ക്ക് പോകുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു A1 A2 മതിയായിരിക്കും. പക്ഷേ ഇവിടെ A1 A2 മതി എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പം നോക്കുകയാണെങ്കിൽ A1 എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഗെറ്റിംഗ് ഐഡിയ അബൌട്ട് ഒരു വിസ ഫോം പൂരിപ്പിക്കാനായിരിക്കും. അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഐഡിയാസ് കിട്ടുള്ളൂ. A2 എന്ന് പറയുമ്പോൾ കുറച്ചൊരു ഡെയിലി ലൈഫിലേക്കുള്ള കുഞ്ഞൊരു കോൺവെർസേഷനിലേക്ക് വരും. പക്ഷേ ഒരു B1 ലെവലിൽ എത്തുമ്പോഴാണ് ഒരു വർക്ക് കമ്മ്യൂണിക്കേഷൻ ലെവലിലേക്ക് നമ്മൾ മാറുക. അപ്പോൾ പല കുട്ടികളും അത് ചിന്തിക്കുക എന്നുള്ളതാണ്. നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണോ അതനുസരിച്ച് ലെവൽ തിരഞ്ഞെടുക്കുക. രണ്ടാമത് പറഞ്ഞൊരു പോയിന്റ്, ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്ന ഒരു സിനാരിയോ ആണ്, എല്ലാവരും എന്താണ് പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, A1 A2 കഴിഞ്ഞ് അത് ഡ്രോപ്പ് ചെയ്ത് പോകുന്നത്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു എന്താ പറയുക, നമ്മുടെ എക്സ്പെക്റ്റേഷനും റിയാലിറ്റിയും തമ്മിലൊരു പ്രശ്നം. നമ്മൾ എക്സ്പെക്ട് ചെയ്യും, നമ്മൾ മലയാളിയെ സംബന്ധിച്ചാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചായിട്ട് എക്സ്പെക്റ്റേഷൻ എപ്പോഴും എങ്ങനെയാണ്, ഒരു ലാംഗ്വേജിൽ വരുന്നത് വളരെ പെട്ടെന്ന് അതിൽ ഫ്ലുവൻ്റായി ക്വിക്കലി അത് പഠിച്ചെടുക്കുക എന്നുള്ളൊരു ചിന്തയാണ് നമ്മളെപ്പോഴും ചിന്തിക്കുന്നത്. പക്ഷേ ഇവിടെ A1 ലെവലിൽ വരുമ്പോൾ ഒരു ബേസിക് ലെവൽ ഓഫ് വൊക്കാബ്സും കുഞ്ഞു ചെറിയ സെൻറ്റൻസുകളൊക്കെ ആയിരിക്കും വരിക. പക്ഷേ A2ലേക്ക് വരുമ്പോൾ അത് കുറച്ചും കൂടി ഒരു കുഞ്ഞൊരു കോംപ്ലക്സ് ആയിട്ട് സെൻറ്റൻസ് സ്ട്രക്ചറിൽ എന്ത് വരും, ഈ പറയുന്ന എന്താണ് വെർബ് കോൺജുഗേഷൻസ്, അതുപോലെ തന്നെ എന്താണ് സബോർഡിനേറ്റ് ക്ലോസുകൾ, അതുപോലെ തന്നെ എന്താണ് കുറച്ചും കൂടി നമ്മളെ കുറച്ചും കൂടി ട്രിക്കി ആക്കുന്ന കുറച്ച് കൂടുതൽ ഗ്രാമർ പാർട്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രാമർ പാർട്സ് വരുമ്പോൾ കുട്ടികൾ അതിലധികം ശ്രദ്ധ കൊടുക്കുന്നില്ല, സമയം കൊടുക്കുന്നില്ല, ഡെഡിക്കേഷൻ കൊടുക്കുന്നില്ല. ഈ 2 കാരണം കൊണ്ട് തന്നെ എന്ത് സംഭവിക്കും,
നമുക്കത് പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഗ്രാമറും ഈ പറയുന്ന കാര്യങ്ങളും സമയവും ഡെഡിക്കേഷനും കൊടുക്കാതെ പഠിക്കാതെ വരുന്നവർക്കായിരിക്കും കൂടുതൽ എന്ത് വരിക, അടുത്തൊരു ലെവലിലേക്ക് കടക്കാനുള്ള കോൺഫിഡൻസ് ഇല്ലാണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, അത് റെഗുലറായിട്ട് അതിനൊരു ടൈമും ഒരു ഡെഡിക്കേഷനും കൊടുത്ത് തന്നെ ഇത് പഠിച്ചാൽ ഇതൊരു പരിധിവരെയൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നൊരു ക്വസ്റ്റ്യനാണ്, ഓൺലൈനായിട്ട് ജർമ്മൻ പഠിക്കാൻ പറ്റുമോ, അത് പോസിബിൾ ആണോ? കാരണം ഓഫ്ലൈനും ഉണ്ട് ഓൺലൈനും ഉണ്ട് ക്ലാസ്സുകൾ. അപ്പോൾ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇതിനെ ഒരു ഉത്തരം പറയുകയാണെങ്കിൽ ശരിക്കും ഒരു വ്യക്തിയുടെ മൈൻഡ് സെറ്റിലാണ് അതിരിക്കണമെന്ന് പറയാം. കാരണം രണ്ടിനും അതിൻ്റേതായ പോസിറ്റീവ്സ് ഉണ്ട്, അതിൻ്റെ തന്നെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ ഓൺലൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ, പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഇപ്പോൾ ഒരു 10-15-20ഓളം ബാച്ചുകൾ നമ്മൾ ഓൺലൈനിൽ കൊറോണയുടെ സമയത്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ എടുക്കുമ്പോൾ നമ്മൾ കണ്ടൊരു കാര്യം, അന്ന് ഓഫ്ലൈൻ ക്ലാസ്സുകളൊന്നുമില്ല, അങ്ങനത്തെ ഒരു സമയത്താണ്. അപ്പോൾ ആ ഒരു സമയത്ത് കുട്ടികളെല്ലാം ഈ ഒരു ക്ലാസ്സിൽ കൂടുതൽ ഡെഡിക്കേറ്റ് ആവാനും സമയം അവിടെ സ്പെൻഡ് ചെയ്യാനും അവരെന്ത് ചെയ്തു, അവരവരുടെ ഒരു ഡിറ്റർമിനേഷൻ എടുത്തു എന്നുള്ളതാണ്. അവരുടെ മൈൻഡ് സെറ്റ് നേരെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഫോക്കസ്ഡ് ആയി എന്നുള്ളതാണ്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും. ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് പെട്ടെന്ന് അവൻ്റെ ഒരു ജോലിയായിരിക്കും അവൻ്റെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ജോലി ഉപേക്ഷിച്ചിട്ട് ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ പോകാനുള്ള സംവിധാനം അവനുണ്ടെങ്കിൽ അവന് ചൂസ് ചെയ്യാൻ പറ്റുന്നത് ഓൺലൈൻ തന്നെയാണ്. ഇനിയിപ്പം സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടി ആയിക്കോട്ടെ, പഠിച്ചു കഴിഞ്ഞ് നമ്മൾ നേരെ ഓഫ്ലൈൻ ക്ലാസ്സിൽ പോയി പഠിക്കുന്നു, ഇറ്റ്സ് ഫൈൻ, നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ വേണമെങ്കിൽ അവൻ എന്ത് ചെയ്യാം, ഒരു പാർട്ട് ടൈം ജോബ് ചെയ്തുകൊണ്ട് ഓൺലൈൻ ചെയ്യുകയാണെങ്കിൽ വീടിനെ സപ്പോർട്ട് ചെയ്യാനും പറ്റും, അവൻ്റേതായ രീതിയിൽ ഒരു ഗ്രോത്തും ഉണ്ടാവും, അതുപോലെ തന്നെ എന്താണ് അവന് കുറേ പഠിക്കാനും പറ്റും. അവിടെയും നമുക്കൊരു ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ടെസ്റ്റ് മണീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഓൺലൈനിൽ ഒത്തിരി കുട്ടികൾക്ക് നല്ല രീതിയിൽ പഠിച്ചു വരാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ ഓൺലൈനിൽ പഠിച്ചതിൻ്റെ ഇതിൽ കുറേ കുട്ടികൾ എന്താണ് ജർമ്മനിയിൽ പോയവരുണ്ട്, പാസ്സാവുന്നുണ്ട്. പിന്നെ അതിലൊരു അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിലേ, ഓഫ്ലൈൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ അടുത്തുള്ള സമയത്ത് ഞാനിപ്പോൾ പഠിപ്പിക്കുന്നു, 10 കുട്ടികളിൽ 5 കുട്ടികൾ വന്നില്ല. പിറ്റേ ദിവസം വരുമ്പോൾ ഈ കുട്ടികൾ എൻ്റെ അടുത്തൊന്നും ചോദിക്കുകയാണ്, സാർ എന്താ ഇന്നലെ എടുത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെയും ഞാൻ എന്ത് ചെയ്യണം, എക്സ്ട്രാ ഒരു മൈലിരുന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു സംഭവമുണ്ട്. പക്ഷേ ഇവിടെ ഓൺലൈൻ ക്ലാസ്സിൽ വരുമ്പോൾ നമ്മുടെ ഒരു സിസ്റ്റം, എൻട്രി സിസ്റ്റം അനുസരിച്ച് നമുക്ക് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന ലൈവ് സിസ്റ്റം ക്ലാസ്സുകളെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടും. ആ റെക്കോർഡ് ചെയ്യുന്ന റെക്കോർഡിങ്സ് അവിടെ ഉണ്ടാവും. അപ്പോൾ അത് ആ കുട്ടികൾക്ക് കണ്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികൾക്ക് പിറ്റേ ദിവസം അല്ലെങ്കിൽ ആ ദിവസം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മെൻറ്ററെ ഡയറക്റ്റ് ടെക്സ്റ്റ് ചെയ്ത് വിളിച്ച് ചോദിച്ചിട്ട്, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂട്ടറുണ്ട് മെൻറ്ററുണ്ട്, നമുക്ക് 2 സംവിധാനമാണ്. അപ്പം ട്യൂട്ടർ ക്ലാസ് എടുക്കുന്നു, ആ ക്ലാസ്സിൽ നമുക്ക് ലൈവായിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇനിയിപ്പം മെൻറ്ററോട് നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ചോദിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കുട്ടിക്ക് വേണ്ടി നമ്മളൊരു ട്യൂട്ടർ വേറെ സമയം സ്പെൻഡ് ചെയ്യണ്ട, അവൻ്റെ ക്ലാസ് പിന്നെയും കേട്ട് പഠിക്കാനായിട്ടുള്ള ഒരു വലിയൊരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഓൺലൈൻ ക്ലാസ് ബെസ്റ്റ് തന്നെയാണ്, പഠിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു പ്രോമിസ്. അപ്പോൾ ജർമ്മൻ പഠിക്കാൻ എന്തെങ്കിലും എളുപ്പ വഴികളുണ്ടോ? നമ്മളോട് ഒരുപാട് പേര് ചോദിക്കുന്നത്, മലയാളികൾ പൊതുവേ എളുപ്പ വഴികൾ തിരഞ്ഞു പോകുന്ന ആൾക്കാരാണ്. എനിക്കൊന്നും മലയാളികൾ മാത്രമല്ല, നമ്മൾ ഗ്ലോബലി എല്ലാ മനുഷ്യരും അങ്ങനെയാണ്, എളുപ്പ വഴികൾ കിട്ടാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. എളുപ്പ വഴികൾ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു മൈക്രോ ലേണിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ മുതൽ ഇപ്പോൾ ഒരു രാവിലെ 10 മണി മുതൽ 12 മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ പഠിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക്. എന്ന് പറഞ്ഞാൽ ആകെ 15 മിനിറ്റ് പഠിക്കാമെന്നല്ലാട്ടോ ഉദ്ദേശിക്കുന്നത്. എന്താണ് 15 മിനിറ്റ് പഠിച്ചു, അതൊരു ലിസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്ന എന്തെങ്കിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് അടുത്തൊരു 15 മിനിറ്റ്സ് പഠിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ മൈക്രോ ലേണിംഗ് സിസ്റ്റം ഉണ്ടാക്കിയെടുത്ത് കുറച്ചും കൂടി എളുപ്പമാണ്. രണ്ടാമത്തെ ഒരു കാര്യം ഫ്ലാഷ് കാർഡ്സ് ആണ്. ഫ്ലാഷ് കാർഡ്സിന് നമുക്കിപ്പോൾ കുറേ ആപ്പുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ട്യുലിംഗോ, ആങ്കി പ്രോ എന്നൊക്കെ പറഞ്ഞ ആപ്പുകളുണ്ട്. ഇതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഫ്ലാഷ് കാർഡിലൂടെ വൊക്കാബ്സ് പഠിക്കാനും സെൻറ്റൻസുകളൊക്കെ പഠിക്കാനായിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. അത് ഫിസിക്കലായിട്ടും നമുക്ക് എന്താണ് ഡിജിറ്റലായിട്ടും ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഹൗസ് ഹോൾഡ് എല്ലാം ലേബിൾ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നപ്പോൾ ഒരു സോഫയാണ് അല്ല, ഇതൊരു സോഫയാണ്. ഈ സോഫയിൽ ഞാനിങ്ങനെ ജസ്റ്റ് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ദ സോഫ എന്ന് എഴുതി വയ്ക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം ദ സോഫ എന്നുള്ളതാണ് ജർമ്മനിൽ. അതിങ്ങനെ ഒട്ടിച്ച് വയ്ക്കുമ്പോൾ ഞാൻ കടന്നു വരും, പെട്ടെന്ന് അത് കാണും, എൻ്റെ മനസ്സിൽ കയറും. ഓക്കെ, മേ ബി ഇപ്പം മുകളിൽ കാണുന്ന ഫാൻ ആയിരിക്കാം, ഫാനിനെ നമ്മൾ എന്ത് ചെയ്യും, വെന്റിലേറ്റർ എന്ന് എഴുതി വയ്ക്കും. അങ്ങനെ ഓരോ ഹൗസ് ഹോൾഡുകളും ഓരോന്ന് വെച്ച് ഒട്ടിച്ച് ലേബൽ ചെയ്ത് പഠിക്കുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് അത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ഒരു സംവിധാനമുണ്ട്. പിന്നെ നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് തിങ്ക് ഇൻ ജർമ്മൻ എന്നുള്ളതാണ്. നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, ജർമ്മനിൽ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് പോകുന്നു, ഓക്കെ, ഇഷ്മാഹ്, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു ബസ് കണ്ടു കഴിഞ്ഞപ്പോൾ അതൊരു ബസ്സല്ലേ എന്ന് പറയണം.
അപ്പോൾ ഞാൻ ജർമ്മനിൽ ചിന്തിക്കുമ്പോൾ ബുസ് എന്നാണ് ജർമ്മനിൽ പറയുക. അപ്പോൾ ഞാൻ പറയാം ദസ് ഇസ് ടൈം ബുസ്, അതൊരു ബസ്സാണ്. അപ്പോൾ ഞാൻ ജർമ്മനിൽ ചിന്തിക്കുന്നത് എൻ്റെ മനസ്സിൽ പറയുന്നു. അതുപോലെ ഇങ്ങനെയുള്ള കുറേ വഴികൾ നമ്മൾ ഉദ്ധരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി വഴികൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറേ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ എളുപ്പ വഴിയിൽ വൊക്കാബ്സ് പഠിക്കാം, എങ്ങനെ എളുപ്പത്തിൽ ജർമ്മൻ ക്രാക്ക് ചെയ്യാം. പിന്നെ അതിൻ്റെ സീരീസ് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഒരു ഡിസ്കഷനിൽ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ സീരീസുകൾ നമുക്ക് വരുന്നുണ്ട്. അത് നമുക്ക് യൂട്യൂബിൽ നമുക്ക് കാണാം. ബാക്കി കാര്യങ്ങൾ അതിൽ ഉണ്ട്. താങ്ക് യു. സോ താങ്ക് യു ജാക്ക് സർ. അപ്പോൾ അത് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു ഡിസ്കഷൻ ആയിരുന്നു. സോ തുടർന്ന് നമുക്കിത് പ്രതീക്ഷിക്കാം അല്ലേ? യാ, ഓഫ് കോഴ്സ്. താങ്ക് യു.